ആളെ കൊന്ന് കാട് കയറുന്ന ചെന്താമര അടിമുടി സൈക്കോ ആണ്. മനുഷ്യനെ വെട്ടിവീഴ്ത്തി പിടഞ്ഞു മരിക്കുന്നത് പതറാതെ നോക്കി നിൽക്കുന്ന ക്രിമിനൽ സൈക്കോപാത്ത്. ചുറ്റും താമസിക്കുന്നവരിൽ കൊല്ലേണ്ടവരുടെ പട്ടികയുമായാണ് ചെന്താമര എന്ന പഴയ ലോറി ഡ്രൈവറുടെ നടപ്പ്. ചെന്താമര എന്ന് കേട്ടാൽ ഒരു നാടിനാകെ ഭയമാണ്. അന്ധവിശ്വാസി, അടിമുടി ദുരൂഹവും വിചിത്രവുമായ സ്വഭാവപ്രകൃതം. കേരളം കേട്ടു പരിചയിച്ചിട്ടില്ലാത്ത തരം സൈക്കോ. ഒരു പുതിയ കുപ്പായമിട്ട് ചെന്താമരയുടെ കണ്ണിൽപ്പെട്ടാൽ ഏത് നിമിഷവും അയാൾ അവർക്ക് നേരെ വെട്ടുകത്തി വീശിയേക്കാം. സുധാകരനെയും കുടുംബത്തെയും മാത്രമല്ല, മറ്റു പലരെയും കൊന്നുതള്ളാൻ പദ്ധതിയിട്ടിരുന്നു ഇയാൾ. കിട്ടുന്ന പണം മുഴുവൻ ഉപയോഗിക്കുന്നത് ദുർമന്ത്രവാദത്തിന്. അന്ധവിശ്വാസങ്ങളും ജ്യോതിഷ പ്രവചനങ്ങളും അത്രത്തോളം ഇയാളെ സ്വാധീനിച്ചിരുന്നു. ചെന്താമര തയ്യാറാക്കിയ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ താനുമുണ്ടെന്ന് കരുതുന്ന നിരവധി പേരുണ്ട് ഇന്നാട്ടിൽ. നമ്മുടെ ഭാര്യയെ അടക്കം വെട്ടിക്കൊല്ലും മറ്റല്ലേ ഞങ്ങൾ വീട് മാറിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പുറത്ത് നീല വീട്ടിലെ സ്ത്രീനെയും കൂടി കൊല്ലണമെന്ന് വരുന്നുണ്ട്. മറവിൽ നിന്നിട്ട് വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഏതായാലും ഒരു കേസാണ്. അവൻ പറഞ്ഞിട്ടുള്ളത് ഒരാളിനെ കൊന്നാലും 10 ആളിനെ കൊന്നാലും ഒരേ കേസ്. എന്നോട് പറഞ്ഞത് ഇന്നലെ 8:30. ഭാര്യയ്ക്ക് നേരെ ഇയാളുടെ കൊലവിളി പതിവായിരുന്നു. നിരന്തരം പ്രശ്നങ്ങളായപ്പോൾ പൊറുതിമുട്ടി ഭാര്യ വീട് വിട്ടുപോയി. ഇയാളെ പേടിച്ച് മകൾ വീട്ടിലേക്ക് വരാറേയില്ല. പക്ഷേ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണെന്നായിരുന്നു ജ്യോതിഷിയുടെ പ്രവചനം. മുടി നീട്ടിയ ആ സ്ത്രീ തൊട്ടടുത്ത വീട്ടിൽ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചിരുന്ന സജിതയാണെന്ന് വിശ്വസിച്ചാണ് അവരെ ഇയാൾ നിർദ്ദയമായി കൊന്നത്. 2019 സജിതയെ കൊലപ്പെടുത്തിയ ശേഷം 5 ദിവസം കഴിഞ്ഞാണ് കാട്ടിൽ നിന്ന് ഇയാളെ പോലീസിന് പിടികൂടാനായത്. ജയിലിൽ കഴിയുന്നതിനിടെ 2022 കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുതെന്നായിരുന്നു പ്രധാന ഉപാധി. 2023 നെന്മാറ പഞ്ചായത്ത് പരിധി മാത്രമാക്കി ആ ഇളവ് ചുരുക്കി. ഇത് ലംഘിച്ചാണ് ഇയാൾ നെന്മാറ പഞ്ചായത്തിലുള്ള സ്വന്തം വീട്ടിൽ താമസിച്ചത്. ചെന്താമര ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മുതൽ തിരുത്തമ്പാടം ബോയൻ കോളനി ഭീതിയിലായിരുന്നു. ഒടുവിൽ നാട്ടുകാർ പേടിച്ചത് തന്നെ സംഭവിച്ചു. സജിതയെ വെട്ടിക്കൊന്ന അതേ വീടിനു മുന്നിലിട്ട് ഭർത്താവിനെയും വൃദ്ധയായ അമ്മയെയും വകവരുത്തി. കൊലയ്ക്ക് ശേഷം സഹോദരന്റെ വീട്ടിലെത്തി കുളിച്ച് ഒളിവിൽ പോയതിലുമുണ്ട് ആ സൈക്കോ എസൻസ്. ഇന്നലെ 2 മിനിറ്റ് തെറ്റിയതിനെ എന്നെയും കൊന്നിട്ടുണ്ട്. അവര് 3 പേര്, ഞങ്ങളവിടെ 3 ആളും ആയിരിക്കും. ഞാൻ അപ്പോഴേക്കും എന്താ പറയുക, 1 മിനിറ്റ് വെച്ച് അയാളുടെ ആ രൂപം മാറുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് എത്തിയില്ല. ഞങ്ങളെ കിട്ടാത്ത ഇനിയാണ് അപ്പം 2 10-70-75 വയസ്സായ തളനടക്കം കൊണ്ടുപോയിരിക്കും. ഞങ്ങൾ കിട്ടിയതാണെങ്കിലും ഞങ്ങൾ പിന്നെ എല്ലാം സൂക്ഷിച്ച കാരണം തമ്പുരാൻ ഞങ്ങളെ സൂക്ഷിച്ച കാര്യം ഞങ്ങൾ. അക്രമവാസനയുമായി നിരന്തരം സമീപവാസികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു ചെന്താമര. ജാമ്യത്തിലിറങ്ങിയപ്പോൾ മുതൽ തൊപ്പി ധരിച്ച് തോർത്തുകൊണ്ട് മുഖം മറച്ചായിരുന്നു നടപ്പ്. ആരുടെയും മുഖത്തു നോക്കില്ല. ഇയാളെ പേടിച്ച് വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോകാൻ പോലും സമീപവാസികൾ ഭയന്നു. ചെന്താമരയിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം 29-ന് സുധാകരനും കുടുംബവും നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ പോലീസ് ചെന്താമരയെ സ്റ്റേഷനിലേക്ക് വിളിച്ച് താക്കീത് ചെയ്തു. ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്നും തിരുപ്പൂരിൽ പോവുകയാണെന്നുമായിരുന്നു ചെന്താമര അന്ന് പോലീസിനോട് പറഞ്ഞത്. തിരുപ്പൂരിൽ പോയ ഇയാൾ ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തി. അത് പോലീസ് അറിഞ്ഞിരുന്നില്ല. ആ ചെറിയ ശ്രദ്ധക്കുറവാണ് സുധാകരന്റെയും സജിതയുടെയും മക്കളായ അഖിലയും അതുല്യയും അനാഥരായി പോകാൻ ഇന്ന് കാരണമായത്.